ഹലോ ഹലോ, ബാലൻസ് തീർന്നു. വണ്ടി എടുക്ക. എങ്ങോട്ട്? പോലീസ് എന്നെ തപ്പി ഇറങ്ങിയുണ്ട്. അയ്യോ, എനിക്ക് ഒന്ന് ആലോചിക്കാൻ സമയം വേണം. കോടതിയിലേക്ക് കിട്ടോ? അവിടെ പോലീസിനെ കയറി പിടിക്കാൻ പറ്റില്ല. അതെ, ബില്ല്. ഇറങ്ങിയോളൂ. മുങ്ങാമെന്ന് വിചാരിച്ചോ വക്കീലേ? റോഡിലൊക്കെ ഞങ്ങൾ സർവൈലൻസ് ക്യാമറ വെച്ചിരിക്കുന്നത് ഇതിനൊക്കെ വേണ്ടിയാ. വാ, ഒന്ന് വണ്ടി കയറി. വക്കീലേ, വന്ന് വണ്ടി കയറി, ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാനുണ്ട്. ഞാൻ അറിയ നമ്മുടെ SI മോഹനമ്പലയുടെ അറിയാനാണ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വേറെ ആരും ശരി. ഞാൻ എന്റെ അളിയനുമായിട്ടൊന്ന് സംസാരിച്ചോട്ടെ, നമ്മളുമായിട്ടൊന്ന് സഹകരിക്കണമെന്ന് പറയാനാ. ശരി, പെട്ടെന്നാവട്ടെ. മാഡം ഇപ്പൊ അകത്തേക്ക് വിളിക്കും. ശരി സാർ, വന്ന്. ഇവര് വെറുതെ എന്തിനും ഒന്നും ഇങ്ങോട്ട് ചോദിക്കരുത്. എന്തു വന്നാലും എന്റെ പേര് പറയരുത്. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. അളിയന്റെ അടുത്ത് ആ പെൺകുട്ടി നേരിട്ട് വന്ന് പരാതി പറഞ്ഞു. അളിയൻ നോട്ടീസ് അയച്ചു. ഈ പറയുന്ന KE ഇപ്പം DGP ആയിരുന്നെന്നും നോട്ടീസ് അയക്കുന്നത് അദ്ദേഹത്തിന്റെ തറവാട്ട് വീട്ടിലേക്കായിരുന്നെന്നും അളിയൻ അറിയില്ലായിരുന്നു. ഓക്കെ, ഇനി ഒരു കൺഫ്യൂഷനും വേണ്ട. പോലീസുകാർ ഇടിച്ച് ലാത്തി മൂലത്തിൽ കയറ്റിയാലും അളിയൻ കട്ടാക്കി നിൽക്കണം. ഇല്ലെങ്കിൽ ഇതായി പോകും നമ്മുടെയൊക്കെ ലൈഫ്. അളിയ ഒന്നും പറയണ്ട, നമുക്ക് വലുത് നമ്മുടെ ഫാമിലിയാണ്. അളിയന്റെ പെങ്ങളെ, അളിയന്റെ അച്ഛനമ്മയെ, അളിയന്റെ അളിയനെ. ബി കെയർഫുൾ. ഓക്കെ സാറേ, പുള്ളി സഹകരിക്കുന്നു. അത് നന്നായി. ഈശ്വര പാവത്തിന് രക്ഷിക്കണേ. അനുരാധ എന്ന പെൺകുട്ടി താങ്കളെ വന്ന് കാണുന്നു. ഒരു മിസ്റ്റർ KE ഈപ്പൻ അവരെ മൊളസ്റ്റ് ശ്രമിച്ചു എന്ന് പറഞ്ഞ് ലീഗൽ നോട്ടീസ് അയക്കണമെന്ന് അവർ പറഞ്ഞു. അതാണോ ഉണ്ടായത്? ചുമ്മാ തലയാട്ടുന്നോ? സേ യെസ് ഓർ നോ. യെസ്. തന്നെ എവിടെ വെച്ചാ അവള് കണ്ടത്? എന്റെ താമസ സ്ഥലത്ത് വെച്ചാ. കൊള്ളാവുന്ന ഇത്രയും വക്കീലന്മാരുള്ളപ്പോ അവള് തന്റെ അടുത്ത് വരാൻ എന്താ കാരണം? അതും ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് വരാൻ മടിക്കുന്ന, ക്രിമിനൽസും ആന്റി സോഷ്യൽ എലിമെന്റ്സും മാത്രം താമസിക്കുന്ന ഒരു കോളനിയിൽ വെച്ച്. വക്കീൽ എന്തിനാ അങ്ങനെ ഒരു സ്ഥലത്ത് താമസിക്കുന്നത്? That shows his character, madam. ഇവന്റെ ഈ വിക്ക് തന്നെ ഇവന്റെ ഒരു അടവാണ് മാഡം. എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് അവനെ ആലോചിക്കാൻ സമയം കിട്ടും. Bring her in. Yes, madam. ഇതാണോ തന്നെ വന്ന് കണ്ട് ലീഗൽ നോട്ടീസ് അയക്കണമെന്ന് ആവശ്യപ്പെട്ട് തന്റെ കക്ഷി അനുരാധ സുദർശൻ? മാഡം ചോദിച്ചു കേട്ടില്ലേ അളിയ? പറ. മോഹനൻ പിള്ള, അളിയനൊക്കെ വീട്ടിൽ മതി. പറ ബാലകൃഷ്ണ, ഞങ്ങളെ മെനക്കെടുത്താതെ. ഇത് ഈ കുട്ടി. യെസ് മാഡം, ഇതാണ് എന്റെ കക്ഷി. എടോ, താൻ എന്തോന്നായി പറയുന്നു? ഇത് ശരിയല്ല മാഡം. എനിക്ക് ഇയാളെ അറിയില്ല, സത്യമായിട്ടും. ഇതാണ് എന്റെ കക്ഷി. ഇല്ല മാഡം, ഇയാള് പറയുന്നത് ബാലകൃഷ്ണ, ഇവര് പറഞ്ഞിട്ടാണോ താൻ നോട്ടീസ് അയച്ചത്? അതെ. ഈ കുട്ടിയെ മൊളസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് സംസ്ഥാന പോലീസ് ചീഫാണെന്ന് ഇവര് തന്നോട് പറഞ്ഞു? ഇല്ല, ഈ ഇന്റർവ്യൂവിന് ഒരു മുതലാളി ഞായറാഴ്ച വീട്ടിൽ
ഇവര് പറഞ്ഞത് താൻ കണ്ണടച്ച് വിശ്വസിച്ച് നോട്ടീസ് അയച്ചു അല്ലേ? കാശിന് വേണ്ടി എന്തും ചെയ്യും. എടോ മോനും പിള്ളേ, എന്താണോ തന്റെ അളിയൻ ഇങ്ങനെ? സർ, ഈ വിക്കുള്ളത് കൊണ്ട് പ്രൊഫഷണൽ അങ്ങോട്ട് ശോഭിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ വല്ലപ്പോഴും ഇതുപോലെ കിട്ടുന്ന നക്കാപ്പിച്ച കേസ് വെച്ച് ജീവിച്ചു പോകുന്നതന്നെ. വലിയ പ്രാപ്തി എന്നുള്ള ആളല്ല. നമുക്ക് ഇയാളെ വെറുതെ വിട്ടു. എന്താ? ഒരു തവണത്തേക്ക് നമുക്ക് ഇയാളെ വെറുതെ അങ്ങനെ പറ്റൂലല്ലേ? എടോ താനൊക്കെ പോലീസാണോടോ? ഓ ശരി. വിൻസെന്റ്, യെസ് മാഡം. do you know this Balashran for long? യെസ് മാഡം. ലോ കോളേജിൽ എന്റെ ജൂനിയർ ആയിരുന്നു. Is he clean? ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ്. അറിഞ്ഞുകൊണ്ട് അവൻ ഇങ്ങനെ ഒരു വലിയ കളിക്ക് നിൽക്കില്ല മാഡം. നമുക്കിങ്ങനെ ഒരു ലോയറിനെ പിടിച്ച് ഡീറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അയാൾ എന്ത് തെറ്റാ ചെയ്ത്? അയാളുടെ അടുത്തൊരു ക്ലയന്റ് വന്നു, Yes. എന്താ ഏതാ നോക്കാതെ ഒരു നോട്ടീസ് വിട്ടു. ബട്ട് ദ മീഡിയ ഇസ് വെരി വിജിലന്റ്. സോ അയാളോട് വിളിക്കുമ്പോൾ വരണം എന്ന് പറഞ്ഞു വിട്ടേക്ക്. ബട്ട് കീപ്പ് ആൻ ഐ ഓൺ. യെസ് മാഡം. ബാലകൃഷ്ണൻ ഇപ്പൊ പൊയ്ക്കോളൂ. എപ്പോ വിളിച്ചാലും വരേണ്ടി വരും. താങ്ക് യു സാർ. ബാലകൃഷ്ണൻ, മീഡിയയുടെ മുമ്പിൽ പോയി വിൽക്കാൻ നിൽക്കണ്ട. യു ഗെറ്റ് മീ? ഏതാണ് ഈ പെണ്ണ്? അപ്പൊ അന്ന് ഞാൻ എന്റെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തിയ പെണ്ണ് ഏതാ? ആരെങ്കിലും ആട്ടെ. ഏതായാലും കറക്റ്റ് സമയത്ത് അളി ആ പെണ്ണ് എന്നെ ഇവളെന്ന് പറഞ്ഞിട്ട് ഡീൽ ചെയ്തില്ലേ? നന്നായി. ഇനി അങ്ങോട്ട് അളിയൻ തന്നെ എല്ലാം ഡീൽ ചെയ്തോണം. പങ്ങല